ഭാഗ്യരാജന്റെ ധ്യാന സംഗീതമാണിത്. നാം ആരും ദൃഷ്ടി കൊണ്ടുപോലും പങ്കിലമാക്കാത്ത പവിത്ര സ്ഥാനം. ഇതിനകത്ത് അതിക്രമിച്ച് കടന്ന അവർ നാഗലോകത്തിന്റെ ശിക്ഷ ഏറ്റേ തീരൂ. അതികഠിന ശിക്ഷ. ബന്ധിച്ച് രാജസമക്ഷം ഹാജരാക്കാം കുമാരി. നിൽക്കുക. രാജസമക്ഷം ഹാജരാക്കേണ്ടത് എപ്പോഴാണെന്ന് നാം വഴിയെ കൽപ്പിക്കുന്നുണ്ട്. നിഷ്ഠമറന്ന സ്ത്രീ പ്രജയെ കൊടിയ അപരാധികൾക്കുള്ള അന്ധകാര മണ്ഡപത്തിൽ തടവിലാക്കുക. പുരുഷപ്രജ സഭാമണ്ഡപത്തിലെ ഇടനാഴിയിൽ നിൽക്കട്ടെ. അവനുള്ള ശിക്ഷ എന്തെന്ന് സഭാമുഖ്യരുമായി കൂടിയാലോചിച്ച് നാം കൽപ്പിക്കുന്നതാണ്. കുമാരി, എന്നാണ് അടിയന്റെ തോന്നൽ. പ്പെടും. തക്ഷകനോളം തലയെടുപ്പുള്ളവനാണ് ചിത്രാംഗതൻ. ക്ഷീരസാഗരത്തിലെ അനന്തനോളം പോന്ന ദേഹകാന്തി. ഈ നാഗലോകത്ത് അവനോളം പോന്ന മറ്റൊരു പുരുഷപ്രജയില്ല. അവനെ മോഹിച്ചത് മോഹിനി ചെയ്ത അപരാധം. അവന് നേർക്കുള്ള നമ്മുടെ കടാക്ഷത്തിന്റെ സാരം മനസ്സിലാകാതിരുന്നത് ചിത്രാംഗതന്റെ അപരാധം. ഈ സത്യലോകത്തിൽ ഉത്തമമായതെല്ലാം ഈ നീലാംബരി രാജകുമാരിക്ക് അധീനമാവണം. അതിന് ചതെത്തില്ല. ശിരസും താഴ്ത്തി ഭയന്നു നിൽക്കുന്ന അവന് മുന്നിൽ നാം ചെല്ലും. പ്രണയം അറിയിക്കും. അവൻ മോഹിനിയെ വിസ്മരിക്കും. പ്രിയൻ നഷ്ടപ്പെട്ട് വിലപിക്കുന്ന അവളെ മാത്രം നാം സഭാമധ്യത്തിൽ നിർത്തും. അവൾക്കുള്ള ശിക്ഷയും നാം തന്നെ വിധിക്കും. അന്ധകാര മണ്ഡപത്തിൽ തടവ്. പിന്നെ അവൾക്ക് പുറം ലോകത്തേക്ക് യാത്രയില്ല. ഒരിക്കലും. നഷ്ടപ്പെട്ട പ്രണയത്തെ ഓർത്ത് കേണ് കേണ് അതിനകത്ത് തീരും അവൾ. ചിത്രാംഗതൻ നമുക്ക് സ്വന്തമാകും. ചെന്നാലും അദ്ദേഹം വന്നിട്ടുണ്ട്. വന്നാലും കുമാര, ഉപവിഷ്ടനായാലും. അപരാധികൾക്ക് കാര്യവിചാര സഭയിൽ ഇരിപ്പിടം നൽകുന്ന പതിവില്ല. ഇത് രാജസഭയല്ല, രാജകുമാരിയുടെ പള്ളിയറയാണ്. അപരാധികൾക്കിവിടെ പ്രവേശനം അനുവദിക്കുന്ന പതിവുമില്ല. അപരാധിയെന്ന് ചിത്രാംഗതനെ വിധിക്കേണ്ടത് നാമാണ്. ഈ കുമാരൻ നിഷ്ഠ മറന്നില്ലാന്ന് സഭാസമക്ഷം നാം ബോധിപ്പിച്ചാൽ കുമാരൻ അപരാധി അല്ലാതായി തീരും. അതിന് കുമാരൻ നമുക്ക് പ്രതിഫലം നൽകേണ്ടതുണ്ട്. നാഗലോകത്തിലെ കേവലം പ്രജയാണ് അടിയൻ. പഞ്ചഭണ നാഗത്തിന്റെ മാണിക്യം കൊണ്ട് ബാലലീലകൾ ആടിയ കുമാരിക്ക് നൽകാൻ മാത്രം വിലയേറിയ പ്രതിഫലം അടിയന്റെ കൈവശമില്ല. അടിയൻ ശിക്ഷ ഏറ്റോളം കുമാരി. സർവ പ്രജകളിലും ഉത്തമൻ കുമാരൻ. കുമാരന്റെ ഈ ജന്മം കാണിക്കു വെക്കുമെങ്കിൽ അത് മാത്രം മതി പ്രതിഫലം. നാഗലോകത്തിന്റെ രാജകുമാരി ദാസിയെ പോലെ അങ്ങേ സേവിച്ചോളാം. കുമാരൻ കാമിക്കുന്ന മോഹിനിയേക്കാൾ മോഹിനിയാണ് നാം. നമ്മുടെ പ്രണയത്തെ മോഹിക്കുന്ന വിശിഷ്ട നാഗങ്ങൾ പലതുണ്ട് ഈ കൊട്ടാരത്തിനകത്ത്. എങ്കിലും നമുക്ക് ചിത്രാംഗതനെ മതി. നമുക്ക് ഈ കുമാരനെ മതിയെന്ന് പറഞ്ഞാൽ അത് തെറ്റ്. ഈ കുമാരനെ നമുക്കാ വേണ്ടത്. അതാണ് നേര്. കൈവിടാൻ നമുക്ക് വയ്യ. അത് ഏറ്റവും വലിയ പരമാർത്ഥം. നമ്മൾ നാഗങ്ങൾക്ക് ചില സത്യങ്ങളുണ്ട്. മനസ്സിൽ ഒരുവളെ ഇണയെന്ന് സങ്കല്പിച്ചാൽ ആയുസ് ഒടുങ്ങും വരെ അവൾ തന്നെ ഇണ. എല്ലാം അറിഞ്ഞുകൊണ്ട് അടിയന്റെ പ്രണയം മോഹിക്കുന്ന കുമാരിയാണ് ഈ സത്യലോകത്തിന് നേരല്ലാത്ത അപരാധം കാട്ടുന്നത്. സഭാമണ്ഡപത്തിന് വെളിയിലെ ഇടനാഴിയിൽ അടിയൻ ശിക്ഷ കാത്ത് കിടന്നോളാം കുമാരി. കുമാരൻ പറഞ്ഞ നേര് തന്നെ. മനസ്സിൽ ഒരുവനെ ഇണയെന്ന് സങ്കല്പിച്ചാൽ അന്ത്യകാലം വരെ അവൻ തന്നെയാണ്. നാം ഇണയായി മോഹിച്ചത് കുമാരനെയാണ്. നമ്മുടെ ആയുസ് ഒടുങ്ങും വരെ ഇണയായി കുമാരനെയല്ലേ പാടുള്ളൂ നമുക്ക്. ഈ
നാഗലോകവും വംശവും അധീനപ്പെടും. നാഗർക്ക് രാജൻ കുമാരൻ. കുമാരൻ തിരസ്കരിച്ചാൽ മറ്റൊരു ഇണയില്ല നമുക്ക്. പുരുഷസ്പർശം അറിയാത്ത ഈ നീലാംബരി രാജകുമാരിയുടെ അന്ത്യത്തോടെ വംശത്തിന് നാഥനില്ലാതെ തീരും. ലോകത്തിന്റെ നിലനിൽപ്പ് കാക്കേണ്ടത് പ്രജകളുടെ കൂടി കടമയാണെന്ന് അറിയില്ലേ കുമാരന്? അറിയാതെ കൂട്ടിയത്. നാഗലോകം കടത്തിവിട്ടു. എന്നാലും ഗോപുരവാതിൽ കൊട്ടിയടച്ചിട്ടില്ല. നമ്മോട് പ്രിയം കൂടാന്ന് ഒരു വാക്ക് മതി. നാഗലോകം വീണ്ടും കുമാരനെ സഹർഷം സ്വീകരിക്കും. ഈ ഭൂമിയോട് ഇണങ്ങി നിൽക്കാൻ ഏറെ പ്രയാസമില്ല കുമാരി. ഇനി ഈ ഭൂമി മതി ഞങ്ങൾക്ക്. കുമാര, ആരുടെ മുന്നിൽ ഇതുപോലെ യാചിച്ച് നിന്നിട്ടില്ലെന്ന. നാഗലോകം കടത്തിവിട്ടിട്ടും കുമാരനെ വിസ്മരിക്കാനാവുന്നില്ല. മോഹിനി നാഗലോകത്തേക്ക് പൊയ്ക്കോട്ടെ. കുമാരന് ഈ ഭൂമിയാണ് താല്പര്യമെങ്കിൽ ഇവിടെ വസിക്കാൻ നമുക്ക്. ഈ മനസ്സ് കണ്ടില്ലെന്ന് നടിക്കല്ലേ കുമാര, അപേക്ഷയാണ്. നാഗലോകത്തിന്റെ സുഖസമൃദ്ധിയില്ല ഇവിടെ. കുമാരിക്ക് ഇണങ്ങില്ല, മടങ്ങുന്നാവും ബുദ്ധി. അനുഭവിക്കുന്നതാണ്. മോഹിനി, ആജ്ഞാപിച്ച് മാത്രം പരിചയമുള്ള രാജകുമാരിയാണ് നാം. നിന്റെ മുന്നിൽ യാചിക്കുകയാണ്. ചിത്രാംഗതനെ നമുക്ക് വിട്ടു. നീലാംബരി, അങ്ങയിൽ നിന്നും ഞാൻ ഒളിപ്പിച്ചു വെച്ച രഹസ്യം. ഈ ചിത്രാംഗതനെ ഒരുപാട് മോഹിച്ചിരുന്നു ഞാൻ. ഉയരോട് ലഭിച്ചില്ല. ദുഃഖമില്ല, ഈ ഉടലെങ്കിലും എന്റെ മുന്നിലുണ്ടല്ലോ. പുത്രി, ഈശ്വരപ്രീതി ഉണ്ടാവും. അങ്ങനെയുള്ള ഈ ഭൂമിയിൽ കഠിനവ്രതം അനുഷ്ഠിച്ചാൽ ഈശ്വരൻ പ്രത്യക്ഷ രൂപത്തിൽ മുന്നിൽ വരും. യമധർമ്മനിൽ നിന്നും പതിയെ വീണ്ടെടുത്ത പരിശുദ്ധകൾ ജീവിച്ചിരുന്നു ഇവിടെ. വ്രതനിഷ്ഠ കൊണ്ട് മോഹിച്ച കുമാരന്റെ പ്രാണൻ വീണ്ടെടുക്കാനാകും പുത്രിക്ക്. ആരെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ഏത് ദൈവത്തെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? ആഹാര നിദ്രകൾ വെടിഞ്ഞ് തപസ് അനുഷ്ഠിക്കാൻ ഞാൻ. ചിത്രാംഗതനെ പുനർജീവിപ്പിക്കാൻ ഏത് ദൈവത്തെയാണ് ഞാൻ പ്രത്യക്ഷമാക്കേണ്ടത്? ഈ ദേശത്ത് അഭീഷ്ടവരദായിനിയായ ഒരു ദേവി കുടികൊള്ളുന്നുണ്ട്. സാക്ഷാൽ സരസ്വതീ ദേവിയുടെയും ലക്ഷ്മിയുടെയും ദുർഗയുടെയും സത്വങ്ങൾ ഒത്തുചേർന്ന ഒരു ദേവി. ഭൂലോകവാസികൾ ആ ദേവിയെ അമ്മേ എന്ന് വിളിക്കും. ചോറ്റാനിക്കര അമ്മയെന്ന്. അടുത്ത ആയില്യത്തിനു മുമ്പ് നീ മോഹിച്ച കുമാരനെ വധിച്ചവൻ കൊല്ലപ്പെടണം. എങ്കിൽ ആ പ്രാണൻ ചിത്രാംഗതന്റെ ദേഹത്തിലേക്ക് പ്രവേശിക്കും. പുനർജന്മം കിട്ടിയ ചിത്രാംഗതന് പൂർവ്വജന്മത്തിലെ മോഹിനിയെ ഓർമ്മയുണ്ടാകില്ല. അപ്പൊ എനിക്കെന്റെ ചിത്രാംഗതനെ ഉയരോടെ ലഭിക്കുമെന്നോ? നിശ്ചയമായും. അതിനായി കഠിനമായ വ്രതോപാസനകൾ കൊണ്ട് ചോറ്റാനിക്കര അമ്മയെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. ഈ ദേശത്തിന് നാഥയായ ചോറ്റാനിക്കര അമ്മയെ ഞാൻ പ്രീതിപ്പെടുത്തും. വ്രതനിഷ്ഠകൾ കൊണ്ട് മുന്നിൽ പ്രത്യക്ഷമാക്കും. ചിത്രാംഗതന്റെ പ്രാണൻ അപഹരിച്ച ആ മനുഷ്യന് ആയില്യത്തിനു മുമ്പ് മോഹിനി വധിക്കും. ആ പ്രാണൻ ചിത്രാംഗതന്റെ ഉടലിലേക്ക് പ്രവേശിപ്പിക്കാൻ ചോറ്റാനിക്കര അമ്മ എന്നിൽ കനിയുക തന്നെ ചെയ്യും. എനിക്ക് എന്റെ ചിത്രാംഗതനെ തിരികെ നൽകും ചോറ്റാനിക്കര അമ്മ. ഞാൻ ഈ ക്ഷണം തന്നെ എന്റെ കഠിന വ്രതം തുടങ്ങുന്നു. മുമ്പ് അവന്റെ പ്രാണൻ അപഹരിക്കപ്പെട്ടില്ലെങ്കിൽ എന്റെ വ്രതവും തപസ്സും ഇല്ല. വ്രതവും തപസ്സും ഒന്നും വ്യർത്ഥമാവില്ല. കലികൊള്ളുന്ന മോഹിനിയിൽ നിന്ന് പ്രാണൻ രക്ഷിക്കാൻ അവനാവില്ല. അവൻ വധിക്കപ്പെടും. എന്റെ പ്രിയൻ ഉണരാൻ നേരമായി. ചോറ്റാനിക്കര ദേവി, നിന്റെ മുൻപിൽ കൈകൂപ്പി നിന്ന് എന്റെ വിവേകമില്ലായ്മയിൽ ഞാൻ ലജ്ജിക്കുന്നു. നീ അഭീഷ്ട വരദായിനിയല്ല, ദേവതകളുടെ സത്യമറിയാത്ത കുമാരി,
അറിയാതെ ഞാൻ കാത്തുവച്ച എന്റെ പ്രിയന്റെ ജഡം സത്യമുള്ള ദേവിയാണെങ്കിൽ ചിത്രാംഗതന്റെ ഉടലിൽ ഉയിര് പകരു നീ.